സ്റ്റാറ്റിയിൽ ചോദിക്കാവുന്ന ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണിത്. ഇങ്ങനെ കുറച്ച് നമ്പേഴ്സ് ഇതുപോലെ തരും. 6, 7, 10, 12, 13 എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നമ്പേഴ്സ് ഇങ്ങനെ, എന്നിട്ട് അതിൻ്റെ മീൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസും കണ്ടുപിടിക്കാൻ പറയാം. ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിലാദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഇക്വേഷൻസ്, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ എങ്കിൽ പഠിച്ചു വെക്കേണ്ട ഇക്വേഷൻസ് ഇത് 3 മീന്, വേരിയൻസ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഈ ഓർഡർ തന്നെ പഠിച്ചു വയ്ക്കുക. ഓക്കെ, എഴുതി തന്നെ പഠിക്കുക ഓരോന്ന് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ നോക്കി നോക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഓൾ സ്ക്വയർ മുകളിൽ മാത്രമേ ഉള്ളൂ, ഓൾ ഡിവൈഡ് ബൈ n എന്നാണ്. ഓക്കെ, ഓരോന്ന് എന്താ നോക്കാം. ഒപ്പം തന്നെ നിങ്ങൾ പഠിക്കേണ്ട മറ്റൊരു കാര്യമാണ് അതിലെ ഈ ടേബിളിൽ ശ്രദ്ധിക്കുക. ഞാൻ ഈ പിക്ചറായിട്ട് തന്നെ കാണിക്കുന്ന വേറൊന്നിനല്ല, 3 കോളമാണുള്ളത്. മനസ്സിലുറപ്പിക്കുക. ഈ ചോദ്യമാണെങ്കിൽ നിങ്ങൾ വരയ്ക്കേണ്ടത് 3 കോളമാണ്. xi മൈനസ് എക്സ് ബാർ, xi മൈനസ് എക്സ് ബാർ ഓൾ സ്ക്വയർ. ഈ ഹെഡിങ്ങുകൾ പഠിച്ചു വയ്ക്കുക. ഓരോന്നും ചെയ്യുന്നത് എങ്ങനെയെന്ന് അറിഞ്ഞാൽ മതി. ഓക്കെ, ഞാൻ 3 ഇക്വേഷനും പഠിച്ചു വയ്ക്കേണ്ട 3 ഇക്വേഷനും മുകളിൽ എഴുതിയിട്ടുണ്ട്. എന്താണ് xi എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഈ നമ്പേഴ്സാണ് xiകൾ. ഓക്കെ, അപ്പോൾ ഞാൻ ആ xi എന്ന് പറഞ്ഞ കോളത്തിൽ ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 6, 7, 10, 12 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ശരി. ഇനി അതെല്ലാം ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ താഴെ ഞാൻ സിഗ്മ xi എന്ന് എഴുതിയിട്ടുണ്ട്. സിഗ്മ xi മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ. അതായത് ഫസ്റ്റത്തെ കോളം കൂട്ടുമ്പോഴാണ് നിങ്ങൾക്ക് സിഗ്മ xi കിട്ടുക, മൂന്നാമത്തെ കോളം കൂട്ടുമ്പോഴാണ് സിഗ്മ xi മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ കിട്ടുക. അതെന്തുകൊണ്ട് എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷനിൽ അതാണ് ആവശ്യം. ഓക്കെ, 3 കോളം ഉണ്ട്. ഫസ്റ്റ് കോളത്തിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്ന സംഖ്യകളുണ്ട്, എഴുതി കൊടുത്താൽ മതി. ഇനി എങ്ങനെ ബാക്കി 2 കോളം എഴുതുന്നുള്ളത്. ഓക്കെ, അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ 3 എണ്ണം കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിലത്തെ ഫസ്റ്റത്തത് മീൻ കണ്ടുപിടിക്കൽ നിങ്ങൾ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യണം. ഓക്കെ, മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ബാർ ഈക്വൽ ടു സമ്മേഷൻ ബൈ xi സിഗ്മ xi ബൈ n അല്ലേ? ഓക്കെ, അപ്പോൾ അതിലേക്കുള്ള n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ആണ്. എന്താണ് 8? എത്ര xiകളുണ്ട് ഈ ഫസ്റ്റ് കോളത്തിൽ, എത്ര പേരുണ്ട് അതിൻ്റെ എണ്ണമാണ് n. ഈ കേസിൽ n കണ്ടുപിടിക്കൽ സിമ്പിളാണ്. എത്ര നമ്പേഴ്സ് തന്നിട്ടുണ്ടോ അതാണ് n. ഓക്കെ, അപ്പോൾ n 8 ആദ്യം എഴുതി കൊടുക്കുക. അത് 2 ഇക്വേഷനിൽ ഇവിടെ n വേണം, ഇവിടെ n വേണം. അപ്പോൾ അത് ആവശ്യമുണ്ട്. അപ്പോൾ n ആദ്യം എഴുതി കൊടുക്കുക. ഇനി മീൻ കണ്ടുപിടിക്കാം. എന്താണ്? സിഗ്മ xi ബൈ n ആണ്. സിഗ്മ xi പറഞ്ഞാൽ സിഗ്മ xi എവിടെ നിന്ന് കിട്ടുക? ഫസ്റ്റ് കോളം എല്ലാം കൂടെ കൂട്ടിയാൽ എനിക്ക് 72 കിട്ടിയിട്ടുണ്ട്. എല്ലാം ഞാൻ കൂട്ടി 72 കിട്ടി. അപ്പോൾ 72 സിഗ്മ xi ബൈ n പറഞ്ഞു കഴിഞ്ഞാൽ 8. അപ്പോൾ എനിക്ക് എന്ത് എഴുതി കൊടുക്കാം? 72 ബൈ 8 സമം 9. അതാണ് എൻ്റെ മീൻ. അത് ഉത്തരമായല്ലോ. ഇനി അതിന് ശേഷം മാത്രമേ രണ്ടാമത്തെയും മൂന്നാമത്തെയും കോളംസ് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ മീൻ കിട്ടിയത് ക്ലിയർ ആണെന്ന് കരുതുന്നു. xi മൈനസ് എക്സ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിൻ്റെ സ്ക്വയർ എന്താണ്? സിമ്പിളാണ്. ഓരോ xi ഇതാണല്ലോ, എക്സ് ബാർ ഇതാണല്ലോ, 9 ആണല്ലോ. അപ്പോൾ അത് കുറച്ചാൽ മതി, അത്രയേ ഉള്ളൂ. xiയും എക്സ് ബാറും തമ്മിൽ കുറയ്ക്കുക. എക്സ് ബാർ കിട്ടിയതിന് ശേഷം, മീൻ കിട്ടിയതിന് ശേഷം മാത്രമേ ഈ കോളംസ് ബാക്കി ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ xi മൈനസ് എക്സ് ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. xiയും ഇവിടെയുള്ള xi ഓരോന്നും എക്സ് ബാറിൽ നിന്ന് കുറയ്ക്കുക. അപ്പോൾ 6ഉം 9ഉം കുറച്ച് കഴിഞ്ഞാൽ -3 ആയിരിക്കും. 7ഉം 9ഉം കുറച്ച് കഴിഞ്ഞാൽ കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുത്താൽ മതി. 7 - 9 -2. 10 അടുത്തത് 10 - 9 1. 12 - 9 3. ഓക്കെ, ആ രീതിയിൽ ഞാൻ എല്ലാം ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോറി, ഇവിടെ ടൈപ്പ് ചെയ്ത മിസ്റ്റേക്കാണ്. ഓക്കെ, അത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. 12 - 3 ചെയ്ത് കഴിഞ്ഞാൽ 9. 13 ഓരോ xiൽ നിന്നും എക്സ് ബാർ കുറയ്ക്കുക. 13 - 9 ചെയ്ത് കഴിഞ്ഞാൽ 4. ഓക്കെ, അങ്ങനെ 12 - 9 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 കിട്ടും. ഓക്കെ, അപ്പോൾ ഈ കോളം എന്തായിരിക്കും? അതിൻ്റെയൊക്കെ സ്ക്വയർ. ഇവിടെ നിങ്ങൾ എഴുതിയ സബ്ട്രാക്ട് ചെയ്ത് എഴുതൂല, അതിൻ്റെയൊക്കെ സ്ക്വയർ. ഓർക്കുക, ഒരിക്കലും സ്ക്വയർ നെഗറ്റീവ് ആവില്ല. പലരുടെയും -3 സ്ക്വയർ -9 ഒക്കെയാണ്. ചെയ്യരുത്. കാൽക്കുലേറ്ററിൽ നിങ്ങൾ അടിച്ചു കൊടുത്തോളൂ. -3 ബ്രാക്കറ്റ് ഇട്ടിട്ട് സ്ക്വയർ കൊടുക്കുക, അല്ലെങ്കിൽ അതും നെഗറ്റീവ് കിട്ടും നിങ്ങൾക്ക്. -3 സ്ക്വയർ നിങ്ങൾ ഈ -3 എഴുതിയില്ല, വെറും 3 എഴുതിയാലും കുഴപ്പമില്ല. ഇവിടെ ഒരിക്കലും നെഗറ്റീവ് എഴുതരുത് ഈ കോളത്തിൽ. ഓക്കെ, അപ്പോൾ ആ 2 കോളം ഫില്ല് ചെയ്യലാണ് അടുത്ത സ്റ്റെപ്പ്. അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേരിയൻസിലേക്ക് പോകാം. വേരിയൻസിൻ്റെ ഇക്വേഷൻ എഴുതി കൊടുക്കുക, എന്നിട്ട് ആൻസർ. വേരിയൻസിൻ്റെ ഇക്വേഷൻ എന്താണ്? സിഗ്മ xi മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ബൈ n. അപ്പോൾ അതിലേക്കുള്ള സിഗ്മ xi മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ എവിടെ നിന്ന് കിട്ടുക? നിങ്ങളെന്ത് എഴുതിയല്ലോ, മൂന്നാമത്തെ കോളം എല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് സിഗ്മ xi മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ കിട്ടും. ഇവിടെ 62 അല്ല, കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക 74 ആണ്. ഓക്കെ, അപ്പോൾ ആ വേരിയൻസ് കാണാൻ വേണ്ടിയിട്ട് ഈ മൂന്നാമത്തെ കോളം കൂട്ടുക, എന്നിട്ട് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. 74 കിട്ടും. ഓക്കെ,
74 ഇവിടെ 62 എഴുതിയിരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ആ 74 ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആൻസറായി. നിങ്ങൾ ആ 74/8 കൊടുക്കുക. എന്നിൻ്റെ വാല്യൂ 8 അപ്പോൾ 74/8 പറഞ്ഞാൽ 9.25. ഇനി വേരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അതിലേറെ സിമ്പിളായ ഇക്വേഷനാണ്, റൂട്ട് വേരിയൻസ് എന്നാണ്. അപ്പോൾ റൂട്ട് ഓഫ് വേരിയൻസ് എത്രയാണോ കിട്ടിയത് ആ നമ്പർ ഇട്ട് കൊടുക്കുക, കാൽക്കുലേറ്ററിൽ അടിച്ചു കൊടുക്കുക, 3.04 എന്ന് കിട്ടും. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നിങ്ങൾ ഈ ഒരു സ്ക്രീനിൽ കാണുന്നത് മാത്രമേ പരീക്ഷയ്ക്ക് എഴുതി കൊടുക്കേണ്ടതുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് അതിനുള്ള ഫുൾ മാർക്കും കിട്ടും. നിങ്ങൾ ഇതിൽ പഠിക്കേണ്ടത് ഇതാണ്. ഈ 3 ഇക്വേഷൻസ് വൃത്തിയായി പഠിക്കുക, ഈ 3 കോളത്തിൻ്റെ ഹെഡിങ്ങും പഠിക്കുക. ഓക്കെ, എന്നിട്ട് വൃത്തിയായി ഒരു മോഡലെങ്കിലും ചെയ്തു നോക്കുക.